ഇത് കണ്ട, ഇതൊക്കെ അവരുടെ ഓഫീസിൽ നിന്ന് പാസ്സാക്കിയിട്ടുള്ള ഫയലോളാ. പക്ഷേ ഫണ്ട് മാത്രം ആർക്കും കിട്ടണില്ല. ഇതിന്റെയൊക്കെ പിന്നില് ആ നാറിയ കൗൺസിലറും അയാളുടെ ശിങ്കടികളും ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടൊരു അക്ഷരം മിണ്ടാൻ ഒരൊറ്റ ഒരുത്തനും ഇല്ല. ഇവിടെ ഇപ്പൊ ഇതല്ല പ്രശ്നം. നീ ഈ പറഞ്ഞ പായസം ടീമൊക്കെ തന്നെയാ ഈ പണിയൊക്കെ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നീ അവരെ പോയി ചീത്ത വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ബാങ്കിലിരുന്ന് കാശുണ്ടാണ് നിങ്ങളോടെ. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയണതല്ലേ. സാറേ, നമ്മടെ അന്നാണ് നമ്മുടെ ജോലി, അത് മറക്കണ്ടട്ടാ. അവകാശപ്പെട്ടവരുടെ അന്ന ഇല്ലാണ്ടാക്കിയിട്ടേ നമ്മള് മാത്രം അങ്ങനെ തിന്നണേന് എനിക്ക് യോജിപ്പില്ല ഏട്ടാ. എന്റെ അപ്പന്റെ പേരേ ഔതക്കുട്ടിന്നാ. അല്ല പിന്നെ അതിനിപ്പോ എന്റെ അപ്പന്റെ പേര് അതിനേക്കാൾ സ്റ്റൈലല്ലേ, ശങ്കരൻ. എന്നിട്ട് ഞാൻ ക്ഷമിക്കണ്ടല്ലോ. അതെ അതെ. മാഡം ചായ. ഈ സാറാ മാഡത്തിന്റെ മുറി ഏതാ? ക്യാബിനകത്താണ്. ശരി, അങ്ങോട്ട് പോയിക്കോളൂ. ചേച്ചി ചായ. സാറാ മാഡല്ലേ? അതെ. ആ മാഡം, ഞങ്ങള് പെൺകുട്ടികൾക്കൊരു ബോധവൽക്കരണ ക്യാമ്പ് ഈ മാസം 18-ന് നടത്താൻ ഉദ്ദേശിക്കണ്ടേ. അപ്പോ മാഡം സൂപ്രണ്ട് വിളിക്കണ്ടേ? ഒരു മിനിറ്റ്, ഞാനിപ്പോ ശരി ശരി ആയിക്കോട്ടെ. ഹലോ, എന്തുട്ടുണ്ട്? കാറൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടല്ലേ? ഒന്ന് കിട്ടാ. അപ്പാപ്പൻ്റെ അടുത്ത് എൻ്റെ അന്വേഷണം പറഞ്ഞോളൂട്ടാ. ആ ഗിഫ്റ്റ് മേടിക്കാൻ മറക്കണ്ടട്ടാ. ഒരു മിനിറ്റ്. എന്തേ? സാറ് വിളിച്ചു എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടില്ല. ആ ശരി. ഹലോ ഹലോ. ഇതാരാ ചേച്ചെന്ന് എനിക്കറിയാം. ഒന്നുമില്ലടോ, ഉമ്മക്ക് ശരിയാക്കാന്നേ. ഇതിപ്പോ എന്തുട്ടാ, തൽക്കാലം ഒരു സസ്പെൻഷൻ ഉണ്ടാവും. ഒരു എൻക്വയറി വന്ന് കാര്യങ്ങൾ അങ്ങോട്ട് തിരിയുമ്പോ അതങ്ങോട്ട് സോൾവ് ആവും. കുറച്ചു ദിവസം വീട്ടിലിരിക്കാൻ പറ്റിയെന്ന് കരുതി സന്തോഷിക്കുക. ഹൈ, താനെന്തൊട്ടൊന്നും മിണ്ടാതിരിക്കണേ? ആലോചിച്ച് നോക്കുമ്പോ ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നു. പെട്ടെന്നൊന്നും ഒറ്റപ്പെട്ട പോലെ. അല്ലെങ്കിൽ തന്നെ ആർക്ക് വേണ്ടിയിട്ടാ ഇതൊക്കെ? ഞാൻ അന്നേ പറഞ്ഞല്ലേ സാറേ, കൂടെ ഇറങ്ങാൻ ആളെ കിട്ടുമെന്ന് കരുതി ഈ പണിക്കിറങ്ങണ്ടെന്ന്. കാലം അവരുടെയൊക്കെ കൂടിയാ. വെറുതെ ഓരോന്ന് ആലോചിച്ച് വയറ് വിഷപ്പിക്കണ്ട. അതെ, അവനിങ്ങോട്ട് പോന്നോട്ടെ, അതൊക്കെ ശരിയാവും. നീ ഇതങ്ങോട്ട് കഴിച്ചേ.
ആ ദാ ഫണ്ടൊക്കെ ഇതിലുണ്ട് കേട്ടാ. ചെക്കാന്നാ തോന്നണേ. ഇനിയിപ്പോ എൻക്വയറിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. ഇത്തിരി സമയം എടുക്കുമല്ലോ. മേഡം ഒരു പണി ചെയ്യും, ഇത്തിരി റെസ്റ്റ് എടുക്ക്. വിപ്ലവത്തിന് വേണ്ടേ ഇത്തിരി റെസ്റ്റൊക്കെ? നമ്മുടെ സാറാമേടല്ലേ ഇത്? ഒന്ന് നിന്നേ. അറിയില്ലേ, നമ്മുടെ സാറാമേടം ഭയങ്കര സോഷ്യലിസ്റ്റാ, സഹിക്കാൻ പറ്റില്ലട്ടാ. ഇപ്പൊ ഒരു കൈക്കൂലി കേസ് കൂടി സസ്പെൻഷനില്ല. പണി പേപ്പർ കിട്ടിയില്ലോ അല്ലേ? ഇങ്ങനെ ഒന്ന് മതിയില്ലോ നമ്മുടെ പേര് കളയാൻ. വലിയ ആദർശമൊക്കെ പറഞ്ഞ് കുറച്ച് കാശാ കിട്ടിയപ്പോ പെണ്ണിനെ കണ്ണാ മഞ്ഞളിച്ചു. കണ്ടില്ലടി, ഇത്ര ഉള്ളോ നീയൊക്കെ? അറിയില്ലേ, നമ്മുടെ സാറാ മേഡം ഭയങ്കര സോഷ്യലിസ്റ്റാ, സഹിക്കാൻ പറ്റില്ലട്ടാ. ഇങ്ങനെ ഒന്ന് മതിയില്ലോ നമ്മുടെ പേര് കളയാൻ. ഇപ്പൊ ഒരു കൈക്കൂലി കേസ് കൂടി സസ്പെൻഷനില്ല.